നമസ്കാരം. ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ റിസ്ക് എന്ന സങ്കല്പത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. റിസ്ക് എന്ന പദം സൂചിപ്പിക്കുന്നത് അപകട സാധ്യത എന്ന ഒരു വാക്കിനെയാണ്. സാധാരണ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ റിസ്ക് എന്ന് പറയും. അപകടം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് രോഗം, മരണം, കോംപ്ലിക്കേഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അത് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, മലയാളത്തിൽ സാധ്യത എന്നും സംഭവ്യത എന്നൊക്കെ നമ്മൾ പറയും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അപകട സാധ്യതയെ സൂചിപ്പിക്കുന്ന വാക്കാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അപകട സാധ്യത ഒട്ടുമില്ലെങ്കിൽ നമ്മൾ സീറോ റിസ്ക് എന്ന് പറയും. അല്ലെങ്കിൽ അപകട സാധ്യത എന്തായാലും ഇത് സംഭവിക്കും എന്ന് തീർച്ചയുണ്ടെങ്കിൽ അതിന് 1 ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഈ അപകട സാധ്യതയെ ഒരു സംഖ്യ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. 0നും 1നും ഇടയ്ക്കുള്ള ഒരു സംഖ്യയായിരിക്കും. അതിനെ വേണമെങ്കിൽ നമുക്ക് 0നും 1നും 100നും ഇടയ്ക്കുള്ള ഒരു ശതമാനമായിട്ടും പറയാം. 70% റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ 70% സാധ്യതയുണ്ട്. എങ്ങനെയാണ് 70% സാധ്യത എന്ന് പറയുന്നത് എന്നുള്ളത് അതിന് ചില കണക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ജനിക്കുന്ന എല്ലാവർക്കും മരണത്തിനുള്ള സാധ്യത, ജീവിതകാലത്തിലുള്ള സാധ്യത 100% അല്ലെങ്കിൽ 1 എന്ന് പറയാം. ആ രീതിയിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് 1, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തിന് 0 എന്ന് കണക്കാക്കുന്നു. പക്ഷേ ഈ 2 സാധ്യതകളും വളരെ കുറവാണ്. 0വും 1നും ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ 100%വും 0% ആയിട്ടുള്ള അപകടങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ്. പല രോഗങ്ങളുടെയും സാധ്യത ഇതിനിടയിൽ എവിടെയോ ആണ്. അത് നമ്മുടെ പ്രായമനുസരിച്ചും നമ്മുടെ ജീവിതശൈലി അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലും ഇപ്പോൾ പുകവലിക്കുന്നവർക്ക് ചില രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലായിരിക്കും പുകവലിക്കാത്തവരെ അപേക്ഷിച്ച്. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ ചില രോഗങ്ങളുടെ സാധ്യത കുറയും ചെയ്യാത്തവരെ അപേക്ഷിച്ച്. അല്ലെങ്കിൽ നമുക്ക് വാക്സിനേഷൻ എടുത്താൽ ചില രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ ഇതെല്ലാം തന്നെ റിസ്ക് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലോട്ടാണ് നമ്മൾ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ റിസ്കിനെ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിച്ചാണ് പറയുന്നത്. ഇപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് നിങ്ങൾക്ക് രോഗസാധ്യത തീരെ കുറഞ്ഞിരിക്കും എന്നാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജീവിതകാലം മുഴുവനുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. ചില വാക്സിനുകൾ പിന്നീട് ഒരിക്കലും എടുക്കേണ്ടി വരില്ല. അങ്ങനെയാവണമെങ്കിൽ അത് 100% അല്ല, നിങ്ങളുടെ റിസ്ക് ഒരു ജീവിതകാലത്തേക്ക് തന്നെ കുറച്ച് കൊണ്ടുവരാൻ ആ വാക്സിന് കഴിഞ്ഞു എന്ന് നമ്മൾ പറയും. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപകട സാധ്യത കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഒരു വ്യക്തിയുടെ കാര്യം വളരെ പ്രവചനാതീതമാണ്. പല കാരണങ്ങളെ കൊണ്ടും പലതും സംഭവിക്കാം. പക്ഷേ നമുക്കൊരു ഗ്രൂപ്പിനെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പുകവലിക്കാത്തവരുടെ ഒരു ഗ്രൂപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പുകവലിക്കുന്നവരുടെ ഒരു ഗ്രൂപ്പിന് അതിൽ മരിക്കുന്നവരുടെ എണ്ണം പുകവലിക്കാത്തവരെ സംബന്ധിച്ച് ഓരോ വർഷവും കൂടുതലായിരിക്കും എന്ന് പറയാൻ സാധിക്കും. അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതാണ് ഈ റിസ്കിൻ്റെ സങ്കല്പം. അതുപോലെ തന്നെ ഈ എത്ര ആളുകളുടെ കാര്യമാണോ നമ്മൾ പറയുന്നത്, അത്രയും കൂടുതൽ ആളുകളെ നമ്മൾ കണക്കാക്കിയാൽ ഇത് കൂടുതൽ സത്യമായിട്ട് വരും. അപ്പോൾ അതായത് 1000 പേരെക്കുറിച്ചുള്ളൊരു കണക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ കൃത്യമായിട്ട് 10,000 പേരെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. പക്ഷേ ഒരാളെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒരു പുക വലിച്ചുകൊണ്ട് മാത്രം ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നോ സംഭവിക്കാതിരിക്കും എന്നോ പറയാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രോബബിലിറ്റി. പലപ്പോഴും ചില പ്രത്യേകത ഉള്ള ഒരു ഗ്രൂപ്പിന് വേറൊരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് അപേക്ഷിച്ച് റിസ്ക് കൂടുതലോ കുറവോ ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ പുകവലിക്കുന്നവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്, ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്, അങ്ങനെ പലതും. അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കാത്തവരെ അപേക്ഷിച്ച് പല രോഗങ്ങൾക്കുമുള്ള സാധ്യത കൂടുതലാണ്. വ്യായാമം ചെയ്യുന്നവർക്ക് പല രോഗങ്ങളുടെയും രോഗസാധ്യത കുറവാണ്. ഇതാണ് റിസ്ക് എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ പലപ്പോഴും നമുക്ക് താരതമ്യം ചെയ്തുകൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ജീവിതശൈലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഹേവിയറോ അപകട സാധ്യത കൂട്ടുന്നതാണെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് നമുക്ക്
ആളുകളെ ഉപദേശിക്കാൻ സാധിക്കും. അതാണ് ഇങ്ങനെയുള്ള പഠനങ്ങളുടെ ഏറ്റവും വലിയ പ്രയോജനം. അല്ലാതെ ഇപ്പോൾ പുക വലിച്ചാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു ക്യാൻസർ വരുമെന്നോ പുക വലിച്ചില്ലെങ്കിൽ ആ ക്യാൻസർ വരികയില്ല എന്നോ ഒരാളോടും പറയാൻ നമുക്ക് സാധിക്കില്ല. അതൊരു സാധ്യത എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ.